ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തലിൽ ഉണ്ടായതിനു ശേഷം അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഹിസ്ബുള്ള ഈ ഒരു സംഘർഷമുഖത്ത് യുദ്ധമുഖത്ത് ഉപയോഗിച്ച തന്ത്രങ്ങളെ പറ്റിയുള്ള ചില കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസ് തൂഫാനുൽ അക്സ തുടങ്ങി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഹിസ്ബുള്ള ഈ ഒരു സംഘർഷമുഖത്ത് ഉണ്ടായിരുന്നു. അഥവാ തൂഫാനുൽ അക്സ, ഹമാസ് തുടങ്ങി വെച്ച തൂഫാനുൽ അക്സക്ക് എല്ലാവിധ പിന്തുണയും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രധാനപ്പെട്ട അന്ന് ജീവിച്ചിരുന്ന തലവനായ ഹസൻ നസ്രുള്ള പറഞ്ഞത്, ഞങ്ങൾ ഇന്നു മുതൽ ഇസ്രായേലുമായിട്ട് സംഘർഷത്തിലും പോരാട്ട മുഖത്തും ആണ് എന്നാണ്. അതിനുശേഷം ഈ ഒരു സമയം എന്നുള്ളത് ഒരു വർഷവും ചില മാസങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ഈ ഒരു യുദ്ധവിരാമങ്ങൾക്ക് കുറിച്ചിട്ടുള്ള വെടിനിർത്തൽ കരാറുകൾ ഉണ്ടാവുന്നുള്ളത്. നേരത്തെ 2006-ലും അതിനുശേഷവും ഹിസ്ബുള്ളയും ഇസ്രായേലും വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പും അവർ പരസ്പരം യുദ്ധം ചെയ്തിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യം ഇരു കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ ഇസ്രായേൽ ഇപ്പോഴിത്തരം ഒരു വെടിനിർത്തലിന് ഉണ്ടായ സാഹചര്യങ്ങളെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അതിലൊന്ന് ഫ്രാൻസിന്റെ ഇടപെടലാണ്. ഫ്രാൻസ് എന്നുള്ളത് ലെബനനുമായിട്ട് വളരെയധികം സൗഹൃദം പുലർത്തുകയും ലെബനനുമായിട്ടുള്ള ഒരു അവരുടെ അലയായി നിലകൊള്ളുന്ന ഫ്രാൻസിന്റെ അലയായി നിലകൊള്ളുന്ന രാജ്യമാണ് ലെബനൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായിട്ട് അത് ഒരു ഹിസ്ബുള്ളയുടെയോ അല്ലെങ്കിൽ അവിടെ ഒരു മുസ്ലിം രാജ്യമോ എന്നൊന്നും രീതിയിൽ പരിഗണിക്കേണ്ട രാജ്യമേ അല്ല. അവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷ ഫ്രഞ്ച് ഭാഷയും കൂടി അവിടുത്തെ പ്രധാനമാണ്, അറബിക് അതോടൊപ്പം തന്നെ ഫ്രഞ്ച് എന്നുള്ളത്. അങ്ങനെ ഈ ഒരു ഫ്രാൻസുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധം ലെബനന് ഇപ്പോഴും ഉണ്ട്. അതോടൊപ്പം തന്നെ തെക്കൻ ലെബനനിലാണ് ഇസ്രായേൽ ഈ ആക്രമണങ്ങൾ തുടങ്ങി വെച്ചതെങ്കിൽ പോലും അത് പിന്നീട് ബൈറൂത്തിലെയും ബാക്കിയുള്ള ലെബനൻ നഗരങ്ങളിലേക്കും വ്യാപിക്കുകയും ക്രിസ്ത്യൻ മേഖലകളിലേക്കും കൂടി യുദ്ധം വ്യാപിക്കുന്ന ആക്രമണം ഇസ്രായേൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഒരു സമയത്താണ് കൃത്യമായിട്ട് ഫ്രാൻസിന്റെ ഇടപെടൽ ഉണ്ടാവുന്നത്. കാരണം ഫ്രാൻസ് പറഞ്ഞു, ഇനി ഞങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടക്കുകയില്ല എന്ന്. കാരണം ഇത് ഒരു വലിയ യുദ്ധമായി പരിണമിക്കുന്നത് തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ മാത്രമല്ല, അത് കൃത്യമായിട്ട് ക്രിസ്ത്യൻ മേഖലയെ അടക്കം അല്ലെങ്കിൽ ബാക്കിയുള്ള ലെബനനിലെ മേഖലകളെ അടക്കം ബാധിക്കുന്ന ഒരു യുദ്ധമായിട്ട് മാറിയിരിക്കുകയാണ്. അഥവാ ഇസ്രായേൽ ആക്രമണം വ്യാപിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി ഇസ്രായേലുമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഞങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഈ ഒരു ലോക കോടതിയിൽ നിന്നും ഇത്തരം ഒരു അറസ്റ്റ് വാറന്റ് ഇവർക്കെതിരെ ഇഷ്യൂ ചെയ്യുന്നത്. അഥവാ ഈ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത് യോവ് ഗാലന്റിനും ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ ഈ അറസ്റ്റ് വാറന്റ് ഇവർ ഉപയോഗപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ ഫ്രാൻസ് ഈ വിഷയത്തിൽ അത് ഉപയോഗപ്പെടുത്തി കൃത്യമായിട്ട് അവർ ബെഞ്ചമിൻ നെതന്യാഹുവിനും യോവ് ഗാലന്റിനെയും ഒക്കെ സമ്മർദ്ദത്തിലാക്കാൻ അവർക്ക് കഴിഞ്ഞു. കാരണം ഈ ഫ്രാൻസ് എന്നുള്ളത് ഈ ഒരു നിയമവ്യവസ്ഥ അംഗീകരിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിലെത്തിയാൽ സ്വാഭാവികമായിട്ടും നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുകയും ഈ ഒരു നിയമവ്യവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ഈ നിയമ നടപടികൾ നേരിടാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം. അത്തരം ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴും ഫ്രാൻസ് പറഞ്ഞിരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു എന്നുള്ളത് അവിടുത്തെ നയതന്ത്ര മേധാവി അഥവാ പ്രധാനമന്ത്രിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നാണ്. എന്നാൽ അവർ ഉപയോഗപ്പെടുത്തിയ കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കൊണ്ടുവരാൻ ഇസ്രായേലിനെ ഈ ഫ്രാൻസ് ചെയ്തിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെയും യോവ് ഗാലന്റിനെയും അടക്കം ഞങ്ങളുടെ നാടുകളിൽ ഇതെത്തിയാൽ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു സമർത്ഥ തന്ത്രമാണ് ഫ്രാൻസ് ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് ഇതിലെ ഒരു ഘടകം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം സമ്മർദ്ദങ്ങൾക്ക് ഇവർക്ക് വഴിപ്പെടേണ്ടി വന്നു. അതുകൂടാതെ തന്നെ അമേരിക്കയെയും മറ്റ് ബ്രിട്ടനെയും അടക്കമുള്ള ഇവരുടെ സഖ്യകക്ഷികൾക്ക് ഇടയിൽ കൂടി തന്നെ ഫ്രാൻസ് ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നു. ഇത് ഒരു കാരണമാണ്. മറ്റൊന്ന് എന്നുള്ളത് ഇതിലെ സിറിയൻ പ്രശ്നമാണ്. ഈ ഒരു ഇരു കക്ഷികൾക്കും അഥവാ ഹിസ്ബുള്ളയ്ക്കും അതോടൊപ്പം തന്നെ ഇസ്രായേലിനും സിറിയയിൽ വളരെ കുഴപ്പങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയിരിക്കുന്നു. അഥവാ ഈ ഒരു പ്രശ്നം എന്നുള്ളത് കുറച്ച് സമയമായിട്ട് ഇസ്രായേൽ സിറിയയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സിറിയയിലെ ഈ
ഹിസ്ബുള്ളയുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യങ്ങൾ ഇല്ലാതാക്കിയാൽ അത് തങ്ങളെ ദുഷ്കരമായി ബാധിക്കുമെന്ന് ഹിസ്ബുള്ള മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലുമായിട്ടുള്ള ഈ വലിയ യുദ്ധമുഖം അവസാനിപ്പിച്ചുകൊണ്ട് സിറിയയിൽ തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇറാനും ഹിസ്ബുള്ളയും ഇത്തരം ഒരു കരാറിനുള്ള അംഗീകാരം നടത്തിയത്. അഥവാ ഈ ഒരു വെടിനിർത്തൽ, താൽക്കാലിക വെടിനിർത്തലിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു 60 ദിവസത്തേക്കാണെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അഥവാ ലെബനനുമായിട്ടുള്ള ഈ വെടിനിർത്തൽ കരാറുള്ളത് 60 ദിവസത്തേക്ക് എന്നാണ്. എന്നാൽ ഇസ്രായേലിന്റെ സ്വഭാവം വെച്ച് അവർ ഏത് സമയത്തും തിരിച്ച് ലെബനനെ ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. എന്നാൽ തെക്കൻ ലെബനനിൽ നിന്നും, അതിർത്തി മേഖലയിൽ നിന്നും ഹിസ്ബുള്ളയെ മാറ്റി അവിടെ ലെബനീസ് ആർമിയെ നിയോഗിക്കണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യമെന്നുള്ളത്. കാരണം ഈ ലെബനീസ് ആർമി എന്നുള്ളത്, ലെബനന്റെ ആർമി എന്നുള്ളത് അത് ഒരു എന്താണ്, ഈ അമേരിക്കൻ ഇസ്രായേലി താല്പര്യങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വിഭാഗമാണ് യമനിലെ ലെബനനിലെ ഔദ്യോഗിക സൈന്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലെബനനിലെ ഔദ്യോഗിക സൈന്യത്തെ അവിടെ നിയോഗിക്കണമെന്നുള്ള ആവശ്യമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ കരാറിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട്. നേരെ മറിച്ച് ഈ ഒരു അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഹിസ്ബുള്ളയാണ് തുടരുന്നതെങ്കിൽ ഇസ്രായേലിന് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു അതിർത്തി മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു കരാറിൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള കരാറുകൾ നടപ്പിലാക്കാതെ വന്നാൽ അത് ലെബനീസ് ആർമിയിൽ അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള കക്ഷികളുടെ ആളുകൾ, സൈന്യവും കൂടിച്ചേർന്നുകൊണ്ട് ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനൻ ആർമിയെ തന്നെ ഇറക്കിക്കൊണ്ടുള്ള ഒരു കളികൾക്കും അമേരിക്കയും ഇസ്രായേലും പദ്ധതിയിട്ടിരുന്നു. ഇങ്ങനെ പലവിധ കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ ഒരു തെക്കൻ ലെബനനിലും ഈ ഒരു അതിർത്തി പ്രദേശങ്ങളിൽ ഹിസ്ബുള്ള നടത്തുന്ന വലിയ ആക്രമണങ്ങൾ, അതായത് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളെയൊക്കെ ലക്ഷ്യം വെക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം ലെബനൻ ആർമി അല്ലാതെ ഹിസ്ബുള്ള ഇതിൽ ചെയ്തിട്ടുള്ള കാര്യം എന്നുള്ളത്, ഹിസ്ബുള്ള ആദ്യഘട്ടത്തിൽ പരിമിതമായ യുദ്ധങ്ങൾ ചെയ്യാൻ തുടങ്ങി. അഥവാ അതിന് കൃത്യമായിട്ടുള്ള പരിധി അവർ നിശ്ചയിച്ചു. വലിയ രീതിയിലുള്ള നേർക്ക് സംഘർഷങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് അതിർത്തി പ്രദേശങ്ങളിൽ ഇസ്രായേൽ സ്ഥാപിച്ചിരുന്ന അവരുടെ തന്ത്രപ്രധാന മേഖലകൾ, മിലിറ്ററി ചെക്ക് പോസ്റ്റുകൾ, അതോടൊപ്പം തന്നെ അവരുടെ യുദ്ധത്തെ തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ. അഥവാ നമുക്ക് പ്രത്യക്ഷത്തിൽ വലിയ യുദ്ധമല്ല എന്ന് തോന്നുമെങ്കിലും, ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ വലിയ രീതിയിൽ അല്ല എന്ന് തോന്നുമെങ്കിലും, സത്യത്തിൽ അവർ അടിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സൈനിക മേഖലകളെ ആയിരുന്നു. അത് പരിമിതമായ ആക്രമണമായിരുന്നു. ദിവസങ്ങൾ, ഓരോ ദിവസത്തിൽ 1-2 ആക്രമണങ്ങൾ ഇത്തരം അതിർത്തിയിലെ പ്രധാനപ്പെട്ട ചെക്ക് പോയിന്റിലും അതോടൊപ്പം തന്നെ റഡാർ സംവിധാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ആക്രമണം നടത്തിക്കൊണ്ട് അതിനെ ഇല്ലാതാക്കുക, ഇസ്രായേലിലെ ഡിഫൻസ് സിസ്റ്റത്തെ ഇല്ലാതാക്കാനുള്ള, അല്ലെങ്കിൽ അവിടുത്തെ നഗരങ്ങളിൽ നാശനഷ്ടം ഉണ്ടാക്കുകയോ സൈനികർക്ക് നാശനഷ്ടം ഉണ്ടാക്കുകയോ ഉള്ള ആക്രമണങ്ങളല്ല ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത്. ഇത്തരം ഒരു ആക്രമണം പതിയെ തുടങ്ങുകയാണ്. ഈ പതിയെ തുടങ്ങിയ ഈ ആക്രമണം ഈ അവസാന സമയങ്ങളിലാണ് പൂർണ്ണമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് മാറിയതിനു ശേഷമാണ് വലിയ രീതിയിലുള്ള യുദ്ധ ആക്രമണങ്ങളിൽ ടെൽ അവീവിനെയും ഐഫൈ തുറമുഖത്തെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യുദ്ധത്തിലേക്ക് അത് മാറിയത്. അത് ക്രമാതീതമായ ഒരു മാറ്റമായിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റുകളെ പതിയെ ഇല്ലാണ്ടാക്കി തങ്ങളുടെ കയ്യിലുള്ള ചെറിയ രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിമിതമായ ആക്രമണങ്ങൾ, ആ സാധാ റോക്കറ്റുകൾ കൊണ്ട് ആക്രമണം നടത്തിയാൽ സ്വാഭാവികമായിട്ടും ഇസ്രായേലി ഡിഫൻസ് സിസ്റ്റത്തിന്റെ ആം ഡോം സംവിധാനത്തിലൂടെ ഇസ്രായേൽ അതിനെ നിർവീര്യമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ഈ ഒരു ആം ഡോം സിസ്റ്റം പ്രവർത്തിക്കുകയും നിരവധി റോക്കറ്റുകൾ, സാധാ റോക്കറ്റുകൾ അയച്ചുകൊണ്ടുള്ള ഒരു ആക്രമണങ്ങൾ ഹിസ്ബുള്ള തുടരുകയും ചെയ്തു. ഇത് ഇങ്ങനെ ദിവസങ്ങളോളം നീണ്ടു നിന്നു. ഓരോ ദിവസവും കൃത്യമായിട്ട് ഒരു കണക്ക് വെച്ചുകൊണ്ടുള്ള പരിമിതമായ ആക്രമണങ്ങൾ അയൺ ഡോം സംവിധാനങ്ങളെ തകരാറിലാക്കാൻ അല്ലെങ്കിൽ അയൺ ഡോം സംവിധാനത്തിലെ ക്ഷീണിപ്പിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു ഇത് എന്നുള്ളത്. കാരണം ഇവരുടെ പ്രധാനപ്പെട്ട ഈ ഒരു ഡിഫൻസ് സിസ്റ്റമായ അയൺ ഡോം സംവിധാനങ്ങൾ ഈ ചെറു മിസൈലുകളെ തകർത്തത് കൊണ്ട് അതിന്റെ
പ്രഹരശേഷി അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ എന്നുള്ളത് ഈ വീണ്ടും റീലോഡ് ചെയ്യുകയും ആ സിസ്റ്റം പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് കാലതാമസം നേരിടേണ്ട സാഹചര്യമുണ്ടായി. പ്രധാനപ്പെട്ട ഈ ഒരു മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ ചെറു ആക്രമണങ്ങൾ കൊണ്ട് അത്തരം കാര്യങ്ങൾ ഉണ്ടായി. ഇസ്രായേൽ തിരിച്ചു നടത്തിയിട്ടുള്ളത് ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വലിയ രീതിയിലുള്ള വ്യോമാക്രമണമായിരുന്നു. ഇസ്രായേലും വലിയ രീതിയിലുള്ള ഇത്തരം കാര്യങ്ങളിലേക്ക് പോയില്ല. പക്ഷേ ഈ ഒരു ഒക്ടോബറിന് ശേഷം നടന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഇസ്രായേൽ വ്യാപിച്ചു. കാരണം അവരുടെ ആൻഡോം സംവിധാനങ്ങൾ പ്രവർത്തിക്കാത്ത സാഹചര്യം ഉണ്ടായി. അയൺ ഡോമുകളെ നിഷ്ഫലമാക്കാൻ ഹിസ്ബുള്ളയ്ക്ക് അവരുടെ തന്ത്രങ്ങൾ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹിസ്ബുള്ളയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ മുതിർന്നു. അവരുടെ പേജർ സ്ഫോടനം, ഹസൻ നസ്രുള്ളയുടെ കൊലപാതകം, അതോടൊപ്പം തന്നെ ഫഹദിന്റെ കൊലപാതകം, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട അവരുടെ കമാൻഡർമാരെ, നേതാക്കന്മാരെ ഒക്കെ കൊലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ആക്രമണങ്ങളിലേക്ക് ഇസ്രായേൽ കടന്നു. ഈ ഒരു സമയം ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു. അവർക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി. അവർക്ക് ചില കാര്യങ്ങളിൽ കുറവുകൾ ഉണ്ടായി, ചില വീക്ക് പോയിന്റുകൾ അവർക്കുമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ കാര്യങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം നടന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇസ്രായേലിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് അഥവാ ശക്തമായ യുദ്ധമുറകൾ ഹിസ്ബുള്ള തുടങ്ങി വെച്ചു. അവരുടെ സൈനിക ക്യാമ്പുകളെ ആക്രമിച്ചു. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിയെ ആക്രമിച്ചു. ടെൽ അവീവിലെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈലുകളും ഡ്രോണുകളും സഞ്ചരിക്കാൻ തുടങ്ങി. ഹിസ്ബുള്ളയുടെ കയ്യിലുള്ള ഡ്രോണുകൾ എന്നുള്ളത് ഇവരുടെ ഹെലികോപ്റ്റർ സംവിധാനത്തിന് പോലും തകർക്കാൻ കഴിയാതെ അതിനെയും മറികടന്നുകൊണ്ട് മണിക്കൂറുകളോളം ടെൽ അവീവ് പോലുള്ള നഗരങ്ങളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഒരിക്കൽ പോലും സാധാരണ ജീവിതം സാധ്യമാകാത്ത രീതിയിൽ ദുഷ്കരമായ സാഹചര്യത്തിൽ ഏത് സമയവും സൈറണുകൾ മുഴങ്ങുകയും ബങ്കറുകളിലേക്ക് ഓടി ഒളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇസ്രായേലി ജനതയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. ഇങ്ങനെ ഇത് തുടങ്ങി വെച്ചത് മുതൽ വർഷങ്ങൾ എടുത്തിട്ടുള്ള ഒരു തന്ത്രങ്ങളുടെ ഫലപ്രാപ്തിയായിരുന്നു ഹിസ്ബുള്ള നടത്തിയ യുദ്ധതന്ത്രങ്ങൾ എന്നുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ഹിസ്ബുള്ളയുടെ കയ്യിൽ ഈ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് വലിയ രീതിയിൽ പ്രയോഗിച്ചില്ല. കാരണം അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു. കൃത്യമായിട്ട് ഓരോ സമയത്തും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടുള്ള ഒരു യുദ്ധതന്ത്രം പ്രയോഗിച്ചു എന്നുള്ളതാണ്. കാരണം ഇസ്രായേലിന്റെ ശക്തി അവർക്ക് വ്യക്തമാവുമായിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയും ബാക്കി അവരുടെ പിന്തുണക്കുന്ന രാജ്യങ്ങളും ഇസ്രായേലിന് നൽകുന്ന സഹായങ്ങളും അവർക്ക് ബോധ്യമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹമാസിനെയും ഫലസ്തീൻ ജനതയെയും എല്ലാ രീതിയിലും പിന്തുണക്കുന്നു എന്ന് പറയുമ്പോഴും അവർ കൃത്യമായിട്ട് ഈ ഒരു ആദ്യഘട്ടത്തിലുള്ള അവരുടെ ആക്രമണങ്ങൾക്ക് അവർ പരിധി നിശ്ചയിച്ചിരുന്നു. പക്ഷെ പിന്നീട് അവസാന സമയങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഈ യുദ്ധത്തിന്റെ നേർക്കുനേരുള്ള ശക്തമായ പോരാട്ടങ്ങളിലേക്ക് ഇത് മാറിയപ്പോൾ ഹിസ്ബുള്ള അവരുടെ തന്ത്രം മാറ്റുകയും അവരുടെ പുതിയ പുതിയ ആയുധങ്ങൾ, ഇതുവരെ ഉപയോഗിക്കാത്ത ആയുധങ്ങൾ, ഇതുവരെ ഉപയോഗിക്കാത്ത ഡ്രോണുകൾ, അത് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിയെ അടക്കം ലക്ഷ്യം വെക്കുന്ന രീതിയിൽ പ്രധാനപ്പെട്ട മിലിറ്ററി ബേസുകളിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ, ഇത്തരത്തിൽ ഹിസ്ബുള്ളയുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള പദ്ധതികളാണ് പിന്നീട് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ രീതിയിലുള്ള തിരിച്ചടി, പ്രത്യേകിച്ചും കരയുദ്ധത്തിൽ തീർച്ചയായും ഇതിനു മുമ്പും ഹിസ്ബുള്ളയോട് നേരെ ഏറ്റുമുട്ടിയപ്പോൾ ഇസ്രായേലിന് പരാജയപ്പെട്ട് പിൻവലിയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും ഉണ്ടായത്. പ്രത്യേകിച്ചും ഗസയിൽ ഹമാസിനോട് പോലും കൃത്യമായിട്ട് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഇസ്രായേലിന് കരയുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന ഒരു സാഹചര്യത്തിൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള ഒരു കരയുദ്ധം തീർച്ചയായും ദുഷ്കരമായിരുന്നു. അതിന്റെ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഇസ്രായേലിന് ലഭിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ വലിയ രീതിയിലുള്ള ഈ ആക്രമണങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഹിസ്ബുള്ള നടത്തിയ സ്ട്രാറ്റജിക് മൂവാണ്. ആദ്യഘട്ടത്തിൽ അവരുടെ പഴകിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അഥവാ എക്സ്പയർ ഡേറ്റ് ആയ സാഹചര്യം ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ച് അതിന്റെ കാലാവധി കഴിയാനായ ആയുധങ്ങൾ, കാരണം പ്രത്യേകിച്ച് യുദ്ധമൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ, സംഘർഷമൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നില്ല. അവിടെ അവരുടെ ആയുധങ്ങൾ എന്നുള്ളത് അവിടെ തന്നെ സംഭരിച്ചു വെക്കുകയായിരുന്നു. പക്ഷെ അത് ഉപയോഗിച്ച് കളിക്കാനുള്ള അല്ലെങ്കിൽ ഉപയോഗിച്ച് തീർക്കാനുള്ള ഒരു സമയം ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. കാരണം അത് ഇനി ഒരുപാട് കാലം സൂക്ഷിച്ചു കൊണ്ടുപോയിട്ട് വലിയ കാര്യമില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള
മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇരു കക്ഷികളും മാറിയതിനു ശേഷമാണ് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തുന്നത് വ്യോമാക്രമണമായിരുന്നു. ബെയ്റൂത്തിലെയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ജനവാസ കേന്ദ്രങ്ങളെയൊക്കെ അടിച്ച് തൂഫാനാക്കി താറുമാറാക്കുന്ന ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളത്. എന്നാൽ കരയുദ്ധത്തിൽ ഒരു പ്രദേശം പോലും കീഴടക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേലിന്റെ വലിയ രീതിയിലുള്ള പരാജയപ്പെടലിന്റെ പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം കരയുദ്ധം നടത്തി ലെബനൻ കീഴടക്കുകയും അധിനിവേശം നടത്തി ഈ ഒരു വടക്കൻ മേഖലയിൽ തങ്ങളുടെ ആളുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള പദ്ധതിയായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. കാരണം ഈ ഒരു കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം, തുഫാനുൽ അഖ്സയ്ക്ക് ശേഷം ഈ ഒരു ഹിസ്ബുള്ള വടക്കൻ മേഖലയിൽ നടത്തിയ ഈ ഒരു ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരുടെ 10,000-കണക്കിന് ആളുകൾ അവർ ഷെൽട്ടറുകളിലേക്ക് മാറ്റിയിരുന്നു. അഥവാ അവരെ തെൽഹബീബിലെയും അല്ലെങ്കിൽ ബാക്കിയുള്ള നഗരങ്ങളിലെയും ഹോട്ടലുകളിലും അല്ലെങ്കിൽ ഇത്തരം ക്യാമ്പുകളിലും ഒക്കെ താമസിപ്പിച്ചാണ് ഇസ്രായേൽ കാര്യങ്ങൾ ചെയ്തു പോരുന്നത്. പക്ഷെ ഇത് വലിയൊരു സമയമായിരുന്നു. ഈ ഒരു വർഷത്തിന് ശേഷം അവരെ വടക്കൻ മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് ഈ ഒരു വലിയ യുദ്ധത്തിൽ ഇസ്രായേലിന് വലിയ രീതിയിലുള്ള തിരിച്ചടികൾക്ക് കാരണമായിട്ടുണ്ട്. ഇവരുടെ യുദ്ധലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഇത് പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നുള്ളത് ഈ വടക്കൻ മേഖലയിലുള്ള ജനങ്ങളെ അവിടെ പുനരധിവസിപ്പിക്കാൻ ഇസ്രായേലിന് ഒരു വർഷമായിട്ടും കഴിയുന്നില്ല എന്നുള്ള സാഹചര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ മുൻനിർത്തിയാണ് ഇസ്രായേൽ ഇത്തരം ഒരു കരാറിന് തയ്യാറായതും ഹിസ്ബുള്ളയുമായിട്ടുള്ള വെടിനിർത്തലിന് തയ്യാറായിട്ടുള്ളതും. എന്നാൽ ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്നുള്ളത് അവരുടെ മുഴുവൻ ശൗര്യവും ഉപയോഗിച്ചുകൊണ്ട് ഗസയെ പൂർണ്ണമായിട്ടും ആക്രമിച്ച് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസങ്ങളിലും ഈ ലെബനനിലെ വെടിനിർത്തലിന് ശേഷം ഗസയ്ക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നുള്ളത്. അവിടുത്തെ സിവിലിയൻസിന്റെ മരണ വാർത്തകൾ ഓരോ ദിവസവും 100-150 ആളുകൾ ആണ് കൊല്ലപ്പെടുന്നുള്ളത്, അതായത് സാധാരണക്കാരായ ആളുകൾ എന്നുള്ളത്. എന്നാൽ ഹമാസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് തങ്ങൾ ഈ പോരാട്ടമുഖം തുടരുമെന്നാണ്. ഹിസ്ബുള്ള പോരാടി നേടിയ ഈ വിജയത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്നുള്ളത് തങ്ങളുടെ പോരാട്ടം തങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നാണ്. എന്നാൽ ഗസയിലെ ഈ ആക്രമണങ്ങൾ കടുപ്പിച്ചുകൊണ്ട് ഇതിലൊരു യുദ്ധത്തിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഇസ്രായേലിന് സാധിക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിലെ വ്യക്തമാവുകയുള്ളൂ. ഹിസ്ബുള്ളയുമായിട്ടുള്ള വെടിനിർത്തൽ കരാറുകൾ ഹമാസിനെ ബാധിക്കുമോ എന്നുള്ളതും വരും ദിവസങ്ങളിലെ വ്യക്തമാവുകയുള്ളൂ.